എനിക്കറിയാം സാറിൻ്റെ മനസ്സിൽ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ എന്ന്. അതിനുവേണ്ടിയാണ് സാറ് തിരുവനന്തപുരത്തു നിന്നും ഇവിടേക്ക് വന്നതെന്ന്. വർഷങ്ങളായിട്ട് സാർ അന്വേഷിക്കുന്നത് ഒരേ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാ. എന്നാൽ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ചാർലി അയാളെ നോക്കി ചോദിച്ചു. ചാർലി അയാളെ നോക്കി പറഞ്ഞതും അയാൾ തിരികെ നടന്ന് വീണ്ടും ചാർലിയുടെ മുൻപിലേക്ക് എത്തി. ചാർലി, താൻ ദേവൻ അവനെ നോക്കി. ഇതൊക്കെ അവൻ എങ്ങനെ അറിയാമെന്നായിരുന്നു ദേവൻ ചിന്തിച്ചത്. എനിക്കെല്ലാം അറിയാം സർ. കാരണം സാറിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം അത് എൻ്റെ കയ്യിലാണുള്ളത്. അവൻ വീണ്ടും പറഞ്ഞു. താൻ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദേവൻ അവനെ നോക്കി പറഞ്ഞു. സർ, സാർ ഈ നാട്ടിലേക്ക് വന്നത് സാറിൻ്റെ മകളെ തിരക്കിയല്ലേ? സാറിന് ഒന്ന് കാണാൻ പോലും കഴിയാതെ അകന്നു പോയ ആ മകളെ തിരക്കി. ഇത്രയും വർഷവും സാർ അതിനു വേണ്ടിയിട്ടല്ലേ കാത്തിരുന്നത്? ഈ ലോകം മുഴുവൻ അന്വേഷിച്ചത്? ചാർലി ചോദിച്ചതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ആണെന്നുള്ള അർത്ഥത്തിൽ അയാൾ അവനെ നോക്കി തലകുലുക്കി. എന്നാൽ സാറിൻ്റെ മകൾ എൻ്റെ ഒപ്പമുണ്ട് പറഞ്ഞതും ദേവൻ ഞെട്ടിപ്പോയി. സത്യമാണോ ചാർലി? എൻ്റെ മോള് നിൻ്റെ കൂടെ ഉണ്ടോ? തനിക്കറിയോ അത് ആരാണെന്ന്? അയാൾ അവൻ്റെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ആകാംക്ഷയോട് ചോദിച്ചു. ഉണ്ട് സർ, അവൻ അയാളെ നോക്കി മറുപടി പറഞ്ഞു. ആരാ ചാർലി അത്? എൻ്റെ മോള്. അത് സോണിയാണോ? ദേവൻ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും ചാർലി നെറ്റിച്ചുളിച്ചു. സോണിയോ? അവൻ സംശയത്തോടെ അയാളെ നോക്കി ചോദിച്ചു. അത് പിന്നെ അയാൾ എന്ത് പറയണമെന്നറിയാതെ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി. സോണിയുടെ മമ്മിയാണ് മരിയ എന്ന് കണ്ടപ്പോൾ ഒരുപക്ഷെ അതായിരിക്കും തൻ്റെ മകളെന്ന് അയാൾ ചിന്തിച്ചിരുന്നു. സാറെന്താ ഞാനത് പറഞ്ഞപ്പോൾ സോണിയുടെ പേര് പറഞ്ഞത്? ചാർലി സംശയത്തോടെ അയാളെ നോക്കി ചോദിച്ചു. അല്ല, ചാർലിക്ക് അറിയാവുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ആ കുട്ടിയെപ്പറ്റി ഓർത്തു. അയാൾ പറയുന്നത് കേട്ടി ചാർലി ഒന്നും മിണ്ടിയില്ല. കാരണം അവൻ അറിയാമായിരുന്നു ദേവൻ സ്നേഹിച്ചിരുന്ന പെണ്ണ് മരിയായിരുന്നു എന്ന്. ചാർലി, താൻ വെറുതെ പറഞ്ഞതല്ലല്ലോ അല്ലേ? മോളെ ചാർലിക്ക് അറിയുമല്ലോ അല്ലേ? ദേവൻ ആകാംക്ഷയോടെ വീണ്ടും അവനെ നോക്കി ചോദിച്ചു. അയാളുടെ വാക്കുകൾ അവനോട് ചോദിക്കുമ്പോൾ ഇടറിപ്പോകുന്നുണ്ടായിരുന്നു. എനിക്കറിയാം സർ. സാറിൻ്റെ മകള് അതാരാണെന്ന് എനിക്കറിയാം. സാറ് DNA ടെസ്റ്റിന് കൊടുത്തപ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ സാമ്പിൾ കൊടുത്തത് ഞാനാണ്. കാരണം ഞാനായിരുന്നു ആ പെൺകുട്ടിയുടെ ഭർത്താവ്. ചാർലി പറയുന്നത് കേട്ട് ദേവൻ ഞെട്ടിപ്പോയി. അയാൾ അമ്പരപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചാർലി, താൻ പറയുന്നത്? ദേവൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതെ സർ, സാറിൻ്റെ മകൾ ആരാണെന്നറിയാതെ മകളെപ്പോലെ തന്നെ സാറ് സ്നേഹിച്ചിരുന്ന ഷീതു, എൻ്റെ ഭാര്യ. അവളാണ് സാറിൻ്റെ മകൾ. ഇത്രയും വർഷം സാറ് തേടിക്കൊണ്ടിരുന്ന സാറിൻ്റെ ചോര അതെൻ്റെ ഷീതുവാണ്. അവളുടെ സാമ്പിളാ ഞാൻ സാറിന് ടെസ്റ്റ് ചെയ്യാൻ കാരുണ്യയിൽ കൊണ്ട് കൊടുത്തത്. ചാർലി പറയുന്നത് കേട്ട് ദേവൻ ഞെട്ടിപ്പോയിരുന്നു. ഇസുവിൻ്റെ ഫോട്ടോയും ഇസുവിനെ കാണാനില്ല എന്നുള്ള വാർത്തയും മീഡിയാസിലെല്ലാം കൊടുത്തിരുന്നു രഞ്ജിത്ത്. മാത്രമല്ല അയാളും പോലീസുകാരും കുഞ്ഞിനെയും റിൻസിയുടെ പപ്പയും മറ്റും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് പോലീസുകാരെ ഹോസ്പിറ്റലിന് ചുറ്റും കാവലും നിർത്തി. അവർ പോലീസ് യൂണിഫോമിൽ അല്ലാത്തതുകൊണ്ട് ആർക്കും സംശയം തോന്നിയില്ല. അവർ റിൻസിയുടെ മരണവാർത്ത അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ പിടികൂടാനായിരുന്നു അവരങ്ങനെ ചെയ്തത്. ഇതിനിടയിൽ റിൻസിയുടെ മമ്മി കാര്യമറിഞ്ഞ് ഹോസ്പിറ്റലിലെത്തി. അവർ ആദത്തെ കുറ്റപ്പെടുത്തുകയും മകളുടെ മരണവാർത്ത അറിഞ്ഞ് നിലവിളിക്കുകയും ചെയ്തു. എല്ലാവർക്കും ആ രംഗം നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. രഞ്ജിത്ത് മറ്റുള്ള പോലീസുകാരും കുഞ്ഞിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും റയാനും ക്രിസ്റ്റിയും വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല. അവരും അവരുടെ വഴിക്ക് കുഞ്ഞിനെ അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. ചാർലിയുടെ മമ്മി നിർബന്ധം പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് റിൻസിയുടെ മരണവാർത്ത അവരറിഞ്ഞത്. അതുകൊണ്ട് ആദത്തിൻ്റെ മമ്മിയുടെ അടുത്തിരുന്ന് അവരെ സമാധാനിപ്പിക്കുകയാണ് അവരുടെ മമ്മി. സോണിയും മമ്മിയും അവരുടെ പപ്പയും കൂടി ഹോസ്പിറ്റലിലേക്ക് വന്നു. അവർ വന്നപ്പോൾ ചാർലിയുടെ മമ്മി ആദത്തിൻ്റെ മമ്മിയുടെ അടുത്തിരിക്കുന്നതാണ് അവർ കണ്ടത്. അവരവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട് റയാനും ക്രിസ്റ്റിയും തൻ്റെ മമ്മിയെ ഏൽപ്പിച്ചിട്ടായിരുന്നു കുഞ്ഞിനെ അന്വേഷിക്കാൻ വേണ്ടി പോയിരുന്നത്. ആദത്തിനെല്ലാം കൂടി ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഒരറ്റത്ത് തൻ്റെ കുഞ്ഞിനെ കാണുവാനില്ല. അവൾ എവിടെയാണെന്ന് പോലും അറിയില്ല. ഷീതുവിനെ തിരികെ കിട്ടിയെന്ന് പറഞ്ഞെങ്കിലും അവളെ ഒന്ന് കാണാൻ സാധിച്ചില്ല. അതിൻ്റെ കൂടെ റിൻസിയുടെ മരണവും. അവളുടെ മരണത്തിൽ അവന് വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് തൻ്റെ കടമയും ഉത്തരവാദിത്വമാണല്ലോ എന്ന് കരുതി ആദം അതിനു വേണ്ടിയിട്ട് നടക്കുകയാണ്. ചാർലി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടതും അയാളുടെ മനസ്സിൽ കൂടി ഷീതുവിൻ്റെ ചിരിക്കുന്ന മുഖം കടന്നു വന്നു. അതിനോടൊപ്പം അവളുടെ പുറത്തായിട്ട് കാണുന്ന ആ കറുത്ത മറുക അയാൾക്ക് ഓർമ്മ വന്നിരുന്നു. അത് കണ്ടപ്പോൾ അയാൾ മരിയെ ഓർത്തു എന്നതും അയാൾ ആ നിമിഷം മനസ്സിൽ ചിന്തിച്ചു. അയാളുടെ കൈകൾ വിറച്ചു. തൻ്റെ ശരീരം തളർന്നു പോകുന്നത് പോലെ അയാൾക്ക് തോന്നി. സർ, ചാർലി പെട്ടെന്ന് അയാളെ പിടിച്ച് അടുത്തുണ്ടായിരുന്ന ഒരു കസേരയിലേക്ക് ഇരുത്തി. വെള്ളം വേണോ സർ? ചാർലി സംശയത്തോടെ അയാളുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. വേണ്ട ചാർലി, അയാൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. ചാർലി അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു. സത്യം പറഞ്ഞപ്പോൾ അയാൾക്ക് സന്തോഷമാണോ സങ്കടമാണോ അതോ അത്ഭുതമാണോ എന്ന് അവന് മനസ്സിലായില്ല. ചാർലി അയാളെ വിളിച്ചു. എടോ, താൻ എന്നോട് പറഞ്ഞതൊക്കെ സത്യമാണോ? ശീതള് അല്ല, എൻ്റെ മോള്, അവൾ എൻ്റെ മോള് തന്നെയാണോ? അയാൾ അവൻ്റെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി നിറകണ്ണുകളോട് ചോദിച്ചു. അതിനവനാണെന്നുള്ള അർത്ഥത്തിൽ അയാളെ നോക്കി തലയാട്ടി. പക്ഷേ ഷീതുവിന് ഒരു അനിയത്തി ഉണ്ടെന്നല്ലേ നിങ്ങളെന്ന് പറഞ്ഞത്? അവളുടെ പപ്പയും അമ്മയും പുറത്താണെന്നല്ലേ പറഞ്ഞത്?
അയാൾ വീണ്ടും തൻ്റെ സംശയം കൊണ്ട് ചാർലിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൾക്കൊരു അനിയത്തിയുണ്ടെന്ന് പറയുന്നത് സത്യമാണ്, പക്ഷെ അത് അവളുടെ സ്വന്തം അനിയത്തിയല്ല. അവർ രണ്ടുപേരും ഒരേ അനാഥാലയത്തിൽ തന്നെ പഠിച്ചു വളർന്നതാ. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവളെ, അതായത് റിയയെ, അവളെ ഇപ്പോൾ നോക്കുന്ന പപ്പയും മമ്മിയും അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു. പക്ഷെ ഇന്നും അവൾ പറയുന്നത് അതവളുടെ സ്വന്തം ചേച്ചിയാണെന്നാണ്. ഷീതുവും പറയുന്നത് അതവളുടെ അനിയത്തിയാണെന്നാണ്. അതുകൊണ്ട് പുറത്തുനിന്നും ഒരാൾ വന്നാൽ ഞങ്ങൾ ഒരിക്കലും അത് തിരുത്തി പറയാൻ ശ്രമിക്കാറില്ല. ഞങ്ങളും അതുതന്നെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും അനാഥരാണ്. അല്ല, അങ്ങനെയാണ് ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലായി, എൻ്റെ ഷീതു അവളൊരു അനാഥയല്ല എന്ന്. അവൾക്ക് അവളുടെ അച്ഛനും അമ്മയും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന്. ചാർലി അയാളെ നോക്കി പറഞ്ഞതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ഷീതുവിൻ്റെ മമ്മി ജീവനോടെയുണ്ട് അല്ലേ സർ? ചാർലി അയാളെ നോക്കി ചോദിച്ചു. അത് കേട്ട് അയാൾ വല്ലാതെയായി. സാറ് സ്നേഹിച്ചിരുന്ന ഷീതുവിന് ജന്മം നൽകിയ ആ സ്ത്രീ, അത് സോണിയുടെ മമ്മി മരിയാൻറ്റി അല്ലേ? ചാർലി അയാളെ നോക്കി വീണ്ടും ചോദിച്ചതും അയാൾ അമ്പരപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അല്ലേ സർ? അത് കണ്ടവൻ വീണ്ടും അയാളോട് ചോദിച്ചു. എടോ, അയാൾ എന്തോ പറയാനായി തുടങ്ങി. എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് സർ. അന്ന് മരിയാൻറ്റിയെ കോളേജിൽ വെച്ച് ആദ്യം കണ്ടപ്പോൾ സാറിനുണ്ടായ മാറ്റം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ ഒപ്പം മദർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മരിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് സാർ സ്നേഹിച്ചിരുന്നതെന്ന്. സാറിനെ കണ്ടപ്പോൾ ആൻറ്റി ഞെട്ടിയതും സാറിൻ്റെ മാറ്റവും ഒക്കെ ഞാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നത് കേട്ട് അയാൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. സാർ പേടിക്കണ്ട, മരിയാൻറ്റിയുടെ കാര്യം ഞാൻ ആരോടും പറയില്ല. ചാർലി അയാളെ നോക്കി മറുപടി പറഞ്ഞു. എടോ, എൻ്റെ മോള്, ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ. അവൾക്കറിയാവോടോ ഞാൻ അവളുടെ അച്ഛനാണെന്ന്, അവൾ ഈ ലോകത്ത് അനാഥയല്ലെന്ന്. അയാൾ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി വിതുമ്പി. ഇല്ല സാർ, അവൾക്കൊന്നും തന്നെ അറിയില്ല. എല്ലാം ഞാനും മദറും തമ്മിലുള്ള പ്ലാനായിരുന്നു. സാറ് വന്ന് മദറിനോട് സംസാരിച്ചപ്പോൾ സംശയം തോന്നിയിട്ടാണ് എന്നെ വിളിപ്പിച്ചത്. ആ സംശയം സത്യമാവണേ എന്ന് ഞങ്ങൾ രണ്ടുപേരും ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. ഒരുപക്ഷെ ടെസ്റ്റ് ചെയ്യുന്ന റിസൾട്ട് പോസിറ്റീവ് അല്ലെങ്കിൽ എല്ലാവർക്കും ആഗ്രഹം കൊടുത്തിട്ട് പിന്നീട് അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാ ആരോടും ഇതിനെപ്പറ്റി ഒന്നും തന്നെ പറയാഞ്ഞത്. എൻ്റെ ഷീതുവിനോട് പോലും. അവൾക്ക് പോലും ഒന്നും അറിയില്ല. ഞാൻ അവളുടെ സാമ്പിൾ കൊടുത്തതുപോലും അവൾക്ക് അറിയില്ല സർ. ചാർലി അയാളെ നോക്കി മറുപടി പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ മോളെ വിശ്വസിപ്പിക്കുന്നത്? ഞാൻ അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞാൽ അവളെ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കുമോ? ദേവൻ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവളിപ്പോൾ നല്ല മയക്കത്തിലാണ് സർ. മരുന്നിൻ്റെ സെഡേഷനാണെന്നാണ് സിസ്റ്റർ പറഞ്ഞത്. അവൾ മയക്കത്തിൽ നിന്നും എഴുന്നേക്കട്ടെ, നമുക്ക് അവളോട് സംസാരിക്കാം. ഇതവൾക്ക് ഒരിക്കലും ജീവിതത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നായിരിക്കും. ചാർലി അയാളെ നോക്കി പറഞ്ഞതും അയാൾ തലയാട്ടി. ഞാൻ എൻ്റെ മോളെ ഒന്ന് കണ്ടോട്ടെ ചാർലി, എനിക്ക് അവളെ ഒന്ന് കാണണം. അയാളത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞ് കവളിലൂടെ ഒലിച്ചിറങ്ങിയിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കയറ്റി വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സർ. വൈകിട്ടത്തേക്ക് അവളെ റൂമിലേക്ക് മാറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നമുക്ക് ആ സമയം അവളോട് സംസാരിക്കാം. അവൻ അയാളെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതും അയാൾ തലയാട്ടി. സർ, സാറിനിപ്പോൾ സന്തോഷമായില്ലേ? ഇനി എന്താ സാറിൻ്റെ തീരുമാനം? മരിയാൻറ്റിയോട് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയണ്ടേ? ചാർലി സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ചാർലി, മരിയ ഇപ്പോൾ വിവാഹമൊക്കെ കഴിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണ്. അതിനിടയ്ക്ക് എന്തിനാ വെറുതെ? വേണ്ട, അവൾ സത്യങ്ങളൊന്നും അറിയണ്ട. ഷീതു ഞങ്ങളുടെ മകളാണെന്നും അവൾ അറിയണ്ട. അയാൾ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാൻ സാറിനോടൊരു ചോദ്യം ചോദിക്കട്ടെ? അവൻ ചോദിച്ചതും അയാൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. മരിയാൻറ്റിയുടെ ഭർത്താവില്ലേ ജേക്കബ്, അയാൾക്കെല്ലാം അറിയാമായിരുന്നോ? ചാർലി സംശയത്തോടെ അയാളെ നോക്കി ചോദിച്ചു. അറിയാം ചാർലി, അയാൾക്ക് എല്ലാം തന്നെ അറിയാം. എന്നെയും അയാൾക്കറിയാം. ദേവൻ അവനെ നോക്കി മറുപടി പറഞ്ഞു. ഇനി ഒരുപക്ഷെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാലും സോണി അവളെ ചേച്ചിയായിട്ട് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ദേഷ്യമുണ്ട് സോണിക്ക് ഷീതുവിനോട്. അതുകൊണ്ടൊന്നും പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ അവൾ മറ്റൊരു രീതിയിൽ ഷീതുവിനെ അപായപ്പെടുത്താൻ ശ്രമിക്കും. ചാർലി പറഞ്ഞതും അയാൾക്കും അത് ശരിയാണെന്ന് തോന്നി. കുഞ്ഞിൻ്റെ ഫോട്ടോ എല്ലാം മീഡിയാസിലും കൊടുത്തിരുന്നു. പെട്ടെന്ന് തന്നെ അത് വാർത്തയാവുകയും ചെയ്തിരുന്നു. നോ! അയാളുടെ വിളി ആ കെട്ടിടത്തിനുള്ളിൽ മുഴുകിക്കേട്ടു. വർഗീസേ! ആദത്തിൻ്റെ പപ്പ അയാളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് വിളിച്ചു. എൻ്റെ മോള് റിൻസി! നോ, ഞാനിത് വിശ്വസിക്കില്ല! അയാൾ ദേഷ്യത്തോടെയും അമർഷത്തോടെയും അയാളെ നോക്കി പറഞ്ഞു. റിൻസി എന്തിനാ അത് ചെയ്തത്? അവളോട് ഞാൻ എല്ലാം പറഞ്ഞിട്ട് വന്നതല്ലേ, അവൾക്ക് ശല്യമായിട്ട് ഒരിക്കലും ആ പെണ്ണും കുഞ്ഞും ഇനി ഉണ്ടാവില്ല എന്ന്. എന്നിട്ട് എന്തിനാ അവളിത് ചെയ്തത്? ആദത്തിൻ്റെ പപ്പ വർഗീസിനെ നോക്കി ചോദിച്ചു. ആദം, അവനായിരിക്കും എൻ്റെ മോളെ ഇല്ലാതാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ വെച്ചേക്കില്ല. വർഗീസ് ദേഷ്യത്തോടെ ആദത്തിൻ്റെ പപ്പയുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവനൊന്നും ചെയ്തിട്ടില്ല വർഗീസേ, സൂയിസൈഡായിരുന്നു എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് അവൾക്കത് തോന്നി ചെയ്യാൻ കാരണം എന്തായിരിക്കും? അയാൾ വീണ്ടും സംശയത്തോടെ അവിടെ ഇരുന്ന് തനിയെ പറഞ്ഞു. അവൻ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തു കാണും. വിഷമം താങ്ങാൻ കഴിയാതെ ആയിരിക്കും എൻ്റെ മോൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. അങ്ങനെ അവനതിൽ പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ അവൻ ജീവനോടെ കാണില്ല. ആ നശിച്ച പെണ്ണിനും കുഞ്ഞിനും വേണ്ടിയാണ് അവൻ എൻ്റെ മോളെ ഇത്രയും നാളും തഴഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ മോളുടെ മരണത്തിന് കാരണം അവരാണെന്ന് ഞാൻ അറിഞ്ഞാൽ അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചു. പെട്ടെന്നാണ് അയാളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. സംശയത്തോടെ അയാൾ ഫോണെടുത്ത് ചെവിയിലേക്ക് വച്ചു. ഹലോ, വാട്ട്?
അയാൾ ദേഷ്യത്തോട് ചോദിച്ചു. ആദത്തിൻ്റെ പപ്പ എന്താണെന്നുള്ള രീതിയിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്താടാ വർഗീസേ, എന്താ പറ്റിയത്? അയാൾ സംശയത്തോടെ വർഗീസിനെ നോക്കി. അവള്, ആ ശീതള് അവന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടെന്ന് വർഗീസ് അയാളെ നോക്കി മറുപടി പറഞ്ഞു. എന്ത്? എങ്ങനെ? ആദത്തിൻ്റെ പപ്പ സംശയത്തോടെ അയാളോട് ചോദിച്ചു. എന്നാൽ അപ്പോഴേക്കും വർഗീസ് ഫോൺ കട്ട് ചെയ്തിരുന്നു. ഒന്നിനെ ഞാൻ വെറുതെ വെച്ചേക്കില്ല. ആ നശിച്ച കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വിളിച്ച് പറയും. എൻ്റെ മോൾ ഈ ലോകത്തിലില്ലാതെ ഒരുത്തികളും സന്തോഷത്തോടെ ജീവിക്കണ്ട. അയാൾ അതും പറഞ്ഞ് ആരെയോ വിളിക്കാനായി ഫോൺ എടുത്തിരുന്നു. ദേ കൊച്ചെ, ഇത് കഴിക്ക്. നല്ല തണ്ടും തടിയുള്ള ഒരുത്തൻ ഇസുവിൻ്റെ നേരെ ആ ഫുഡ് നീട്ടി. അയാളുടെ മുൻപിലായിട്ടിരിക്കുകയാണ് ഇസു. ചുറ്റിനും 2-3 കളിപ്പാട്ടങ്ങളും മറ്റുമുണ്ട്. എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. കൊച്ചെ, ഇത് കഴിക്കാൻ. അയാൾ വീണ്ടും കുഞ്ഞിന് നേരെ ഫുഡ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ട. എനിക്ക് ചീത്തുനെ കാണണം, അപ്പയെ കാണണം, അമ്മച്ചിയെ കാണണം. അവളുടെ കുഞ്ഞു ചുണ്ടുകൾ വിതുമ്പി, കണ്ണുകൾ നിറഞ്ഞു. അവരെയൊക്കെ നമുക്ക് പിന്നെ പോയി കാണാം. നീ ഇപ്പോൾ ഇത് കഴിക്കാൻ നോക്ക്. എനിക്കിങ്ങനെ വാരിത്തരാനൊന്നും വയ്യ കൊച്ചേ. അയാൾ വീണ്ടും കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എനിക്ക് വേണ്ട. അവൾ അയാളുടെ കൈ തട്ടി മാറ്റി. ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കേ. ഇന്ന് വരെ ഞാനൊരു കൊച്ചിനെ നോക്കിയിട്ടില്ല. 5 ദിവസത്തേക്ക് ഈ കൊച്ചിനെ ഒന്ന് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് 2 ദിവസം പോലും ഇതിനെ നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെ കൊണ്ടുപോകാൻ ആൾ വരുമെന്ന് പറഞ്ഞതാ. എന്നിട്ട് ഇതുവരെ ആരെയും കണ്ടതുമില്ല. അയാൾ തനിയെ അവിടെ ഇരുന്ന് പെറുപെറുത്തു. ഒരു 45-50 വയസ്സോളം പ്രായം തോന്നിക്കുന്ന മനുഷ്യനായിരുന്നു. അയാളുടെ വീട്ടിലാണ് ഇസുവിനെ നിർത്തിയിരിക്കുന്നത്. പെട്ടെന്നാണ് അയാളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. അയാൾ സംശയത്തോടെ ആ കോൾ എടുത്തു. ഞാൻ സാറിനെ അങ്ങോട്ടേക്ക് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. എടുത്തപാടെ അയാൾ മറുവശത്തുള്ള ആളിനോട് പറഞ്ഞു. രമേശേ, ആ പെങ്കൊച്ചെവിടെ? മറുവശത്തു നിന്നും അയാളോട് ചോദ്യം ചോദിച്ചു. ദേ ഇവിടെയുണ്ട് സാർ. ഇന്നലെ മുതൽ ആ കൊച്ചു ഒരു വകയെ ആഹാരം കഴിക്കുന്നില്ല. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിനെ വല്ല ഹോസ്പിറ്റലിലാക്കേണ്ടി വരും. അതിൻ്റെ വീട്ടുകാരെ കാണണമെന്നൊക്കെയാണ് പറയുന്നത്. അയാൾ ദേഷ്യത്തോടെയും അമർഷത്തോടെയും അയാളോട് പറഞ്ഞു. രമേശ്, ഒരു കാര്യം ചെയ്യ്. ആ കൊച്ചിനെയും കൊണ്ട് ഞാൻ പറയുമ്പോൾ രാത്രിയിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വാ. മറുവശത്തു നിന്നും അയാൾ പറയുന്നത് കേട്ട് രമേശ് നെറ്റിച്ചുളിച്ചു. അല്ല സർ, ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേറെ ആരോ വരുമെന്നല്ലേ പറഞ്ഞത്? അവരെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വരില്ലേ സർ? അയാൾ സംശയത്തോടെ വീണ്ടും തിരികെ ചോദിച്ചു. അതൊന്നും താൻ അറിയേണ്ട കാര്യമില്ല. താൻ രാത്രി ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. മറുവശത്തു നിന്നും വീണ്ടും മറുപടി കിട്ടിയതും രമേശ് ഓക്കെ പറഞ്ഞു. കൊന്നു കളഞ്ഞേക്കണം ആ കൊച്ചിനെ. എൻ്റെ മകളില്ലാത്ത ഈ ലോകത്ത് ആ പീറ കൊച്ചും വേണ്ട. ആ കൊച്ചാണ് എല്ലാത്തിനും കാരണം. നശിച്ചൊരു സന്തതി. വർഗീസ് ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് ആദത്തിൻ്റെ പപ്പയും അത് ആണെന്നുള്ള അർത്ഥത്തിൽ തല കുലുക്കിയിരുന്നു.